ബംഗാളിലെ CPM അവസ്ഥ കേരളത്തിൽ വരാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? ബംഗാളിലെ പോലെ CPM അവസ്ഥ. ബംഗാളിലെ പോലെ CPM അവസ്ഥ കേരളത്തിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാൻ പൊതുവിൽ പറയുന്നത് ഈ പറയുന്ന കക്ഷികളൊക്കെ തന്നെ അങ്ങനെ അവർ നശിച്ചു പോകണം, അല്ലെങ്കിൽ അവരില്ല, അവർ പരിഷ്കരിക്കപ്പെടണം. അവർ പരിഷ്കരിക്കപ്പെട്ടിട്ട് ഒരു ഡെമോക്രാറ്റിക് പാർട്ടികളായിട്ട് മാറണം. അല്ലാതെ ഈ പറഞ്ഞ ഉളുത്ത സാമ്പത്തിക അന്ധവിശ്വാസങ്ങളും കുറെ വയലൻസും ഭീകരതയും പിന്നെ ഈ എന്താണ് പറയുക, ഹൈ മോറൽ സ്റ്റാൻഡിങ്, അതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. മനുഷ്യനാകണം എന്നുള്ള അതാണ് ഏറ്റവും കൂടുതൽ ഓക്കാനം ഉണ്ടാക്കുന്ന ഒരു രീതി. അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് എന്താ പറയാ, ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് പാർട്ടികളായിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ നന്നായിരിക്കും, നല്ലതായിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ബംഗാളിൽ CPM ആയതുപോലെ ഈ പാർട്ടികളാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഐ ഡോണ്ട് ഹാവ് എനി സച്ച് തിങ്സ്. പക്ഷെ അവർ കൂടുതൽ സെക്കുലറൈസ് ആവുക, കുറെ കൂടെ ഡെമോക്രാറ്റിക് ആവുക, കുറെ കൂടെ സയന്റിഫിക് ആവുക, കുറച്ചുകൂടെ മാനവികമാവുക. ഈ പറയുന്ന മനുഷ്യനാകണമെന്നുള്ള ഈ ഇതുണ്ടാക്കുന്ന അത്തരത്തിലുള്ള രീതിയല്ല. അത് വളരെ 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 മോശമാണ്. പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇപ്പൊ ഈ അടുത്തിടെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ ഒരു പാട്ട് വന്നപ്പോൾ അത് മതവിശ്വാസികൾ പോലും കണ്ടെത്താത്ത വ്രണം ഇതിനകത്ത് കണ്ടെത്തിയിട്ട് മുന്നിൽ കൊണ്ടുവെക്കുക, അതൊക്കെ വളരെ വളരെ മോശമല്ലേ? വളരെ മോശമല്ലേ? ഇതൊക്കെ കടുത്ത വർഗീയ പാർട്ടികൾ പോലും ചെയ്യാത്തതല്ലേ? അങ്ങനെ അവർ പോലും ചെയ്യുന്നില്ല, വിശ്വാസികൾ ചെയ്യുന്നില്ല, മതപരം കൊണ്ട് കഷ്ടപ്പെടുന്നവർ പോലും ചെയ്യുന്നില്ല. അപ്പോഴാണ് ഇത് പൊക്കിയെടുത്തോണ്ട് വരുന്നത്. അപ്പൊ അതൊക്കെ മാറ്റുക. അതൊക്കെ വെറും എന്താ പറയുന്നത്, നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന ഈ മതം വെച്ച് കളിക്കുക, കാഫർ സ്ക്രീൻഷോട്ടുകൾ, മാഷാള്ള സ്റ്റിക്കറുകൾ, പോറ്റിപ്പാട്ടുകൾ, ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ഒരു സെക്കുലർ എന്ന് അവകാശപ്പെടുന്ന ഒരു ഡെമോക്രാറ്റിക് എന്ന് അവകാശപ്പെടുന്ന പാർട്ടികൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ളത്. ഞാൻ ഈ പലരെയും കണ്ട് ഇങ്ങനെ ഈ പോറ്റിപ്പാട്ടിന് തന്നെ എന്തോ അത് എങ്ങനെ വ്രണപ്പെട്ടു എന്നും പറഞ്ഞ് കുറെ കവികളും സംസ്കാരിക പരിതാപ് കൗർ എന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ, ഒറ്റ വാക്കിൽ. പരിതാപ് കൗർ ഒരു വശത്ത് ഇപ്പൊ ഞാൻ ഇതിന് സമാനമായിട്ട് ഇന്നൊരു വാർത്ത ഞാൻ കണ്ടു. എവിടെയെന്ന്, ഡൽഹിയിലാണെന്ന് തോന്നുന്നു. ഡൽഹിയിലാണെന്ന് തോന്നുന്നില്ല. ഡൽഹിയിൽ ഒരു അവിടുത്തെ ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സാന്താക്ലോസ്, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട സാന്താക്ലോസ് ശ്വാസം മുട്ടി വീഴുന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ടൊരു സംഗതി. ആരാണ് അവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ആം ആദ്മി പാർട്ടിയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, 10 വർഷം ഭരിച്ചെങ്കിലും 14ാമത്തെ മാസം അടുത്ത വർഷം ഭരിക്കുന്നതിനെതിരെ ആകാമല്ലോ, അതിനകത്ത് പ്രശ്നം. ഓക്കെ, അതാണ് ഇവിടുത്തെ നമ്മളുടെ രാഷ്ട്രീയ രീതികളും സംസ്കാരവും. അതുകൊണ്ട് വലിയ മഹത്തരമാണെന്ന് അവർ കരുതുന്നു, അങ്ങനെ പോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താലേ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു കരുതുന്നു. പക്ഷെ അതിനെതിരെ കേസ് ആരാണ്ട് ഫയൽ ചെയ്തിരിക്കുന്നു. അത് സാന്താക്ലോസിനെ അവമാനിച്ച്, ക്രിസ്ത്യാനിറ്റി അവമാനിച്ചു, മതവികാരം വ്രണപ്പെടുത്തിയെന്ന്. ഇതിപ്പോ സാധാരണ മതത്തിലുള്ള ഈ വള്ളി പൊട്ടിയ ടീമുകളാണ് സാധാരണ ഇതിൽ ഇത് രജിസ്റ്റർ ചെയ്യാനും കേസ് കൊടുക്കാനൊക്കെ പോകുന്നത്. ഈ മതപോഷണം മാത്രം ലക്ഷ്യമാക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ എതിർ പാർട്ടികളെ ഇടിച്ചു താഴ്ത്താനോ അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താനോ ആയിട്ട് ഈ ഒരു സാധനം, ഈ എണ്ണതയ്പ്പുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് എന്തിനാണെന്ന് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് സമാനമായ ഒരു കാര്യം പാകിസ്ഥാനിൽ സംഭവിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു നേതാവിനെ ഇടിച്ചു താഴ്ത്തണമെങ്കിൽ മറുപക്ഷം ചെയ്യുന്നത് ഈ ബ്ലാസ്ഫമി ലോ അവർക്കെതിരെ ആരോപിക്കുകയാണ്. ഇമ്രാനെതിരെ ബ്ലാസ്ഫമി ലോ ആരോപിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ജനങ്ങൾ തല്ലിക്കൊല്ലും, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നാട് വിടേണ്ടി വരും. അതാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പൊ പരസ്പരം മിക്കവാറും നേതാക്കന്മാരെല്ലാം നോക്കണം എങ്ങനെയെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഒരു ബ്ലാസ്ഫമി ലോ ഇമ്രാൻഖാനെതിരെ വന്നിട്ടുണ്ട്. ഇമ്രാൻഖാൻ അവർ ആക്ച്വലി ഭയങ്കര മതത്തോട് മതം ചങ്കിൽ മതം എന്ന് പറയാനാണ് അവർ ആഗ്രഹിക്കുക. പക്ഷെ അവർക്കെതിരെ ബ്ലാസ്ഫമി നിയമങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആരോപിക്കും. ചിലതിൽ നിന്നൊക്കെ ഊരിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ ലെവലിലാണ് ഇവിടുത്തെ കേരളത്തിലെ ഇന്ത്യയിലെയും രാഷ്ട്രീയ പാർട്ടികൾ വരുന്നത്. കഷ്ടം, വേറെ ഒന്നുമില്ല. മതം 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 മാത്രം നോക്കുന്ന പാർട്ടികൾ, കുറെ സാംസ്കാരിക നായകന്മാർ.